ഇവർക്കും ഹൃദ്യമായ എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സഹർഷം സ്വാഗതം. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ ശ്രവിക്കുക അഥവാ ദർശിക്കുക എങ്കിൽ മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അവരെല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടുകൂടി ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ സോഷ്യൽ മീഡിയകളിൽ കൂടി വളരെയധികം വാർത്താവിനിമയ ഭാവങ്ങളിൽ മുന്നോട്ട് കൊണ്ടുപോകണത് ജാതി മത തരത്തിലൂടെ ഒരു ജനതയെ ഇല്ലാതെ ആക്കുക എന്നുള്ള ലക്ഷ്യഭാവത്തോടു കൂടി ഹൈന്ദവ ശാസ്ത്ര സംസ്കാരത്തിൻ്റെ തന്നെ ശ്രദ്ധേയമായിട്ടുള്ള ഗ്രന്ഥങ്ങളെ വളച്ചു കെട്ടി അതിലൂടെയുള്ള വ്യത്യസ്ത ഭാവത്തിലുള്ള കഥാപാത്രങ്ങളെ യുവതലമുറയിലേക്ക്, അതും മദ്യം, മയക്കുമരുന്ന് തുടങ്ങിയ ഉപാധികളോടുകൂടി അവരുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കണ ആ ഒരു രീതിയിൽ ഇന്ന് ഭാരതത്തെ ചുറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു മറ വ്യാധിയായിട്ട് അധമ ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. 1180 പ്രകാരം പ്രചരിക്കണ വേദാന്ത മാർഗങ്ങൾ, 2 ഇതിഹാസങ്ങൾ, 18 പുരാണങ്ങൾ, 18 ഉപപുരാണങ്ങൾ, തത്തുല്യമായിട്ടുള്ള പ്രാധാന്യമുള്ള 108 ഉപനിഷത്ത് സംഹിതകൾ, 1000-ൽ പരം ഉപനിഷത്ത് സംഹിതകളിൽ അടങ്ങിയിരിക്കുന്ന തത്വങ്ങൾ, ഇവയെല്ലാം തന്നെ വളരെയധികം ക്രോഡീകരിച്ച് മനുഷ്യ മനസ്സിലേക്ക് വിഷഭാവത്തെ ഇന്ന് വാരി വിതറുകയാണ് കുറച്ചധികം ചിത്രശക്തികൾ. രാഷ്ട്രീയമേതായിക്കോട്ടെ, വർഗവർണ്ണങ്ങളേതായിക്കോട്ടെ, എന്തിനു വേണ്ടിയിട്ടാണ് സ്വന്തം സംസ്കാരത്തിനെ ഇല്ലാതെയാക്കുവാനുള്ള ഈ കർമ്മതലത്തിലേക്ക് നമ്മൾ മുന്നോട്ടിറങ്ങണത് എന്നാണ് ധർമ്മഭാവത്തിൽ ഹൈന്ദവൻ ചിന്തിക്കേണ്ടുന്നത്. ഇത് ചിന്തിക്കാതെ ഏതെങ്കിലും മാധ്യമങ്ങളിൽ കൂടിയുള്ള അധമ പ്രയോഗങ്ങൾ വഴി ലഭ്യമായിരിക്കുന്ന അറിവുകളാൽ മനുഷ്യൻ ഇന്ന് തമ്മിൽ സ്വരച്ചേർച്ചയില്ലാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അതിൽ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒന്നാണ് ബ്രാഹ്മണ്യം എന്ന് പറയുന്നത്. എന്താണ് ഈ ബ്രാഹ്മണ്യം എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയിട്ടില്ല. ബ്രഹ്മത്തെ അറിയുക, അത് ജനനം കൊണ്ടും അതേപോലെ തന്നെ കർമ്മം കൊണ്ടും ഒന്നുപോലെയാകണം. അല്ലാതെ കർമ്മം കൊണ്ട് മാത്രം ബ്രാഹ്മണൻ അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് എത്തുവാൻ സാധിക്കുകയില്ല. നമ്മൾ നമ്മുടെ അടുക്കലുള്ള ക്ഷേത്രങ്ങൾ ദർശിച്ചാൽ മതിയാകും. എത്രയെത്ര കർമ്മങ്ങൾ അനുഷ്ഠിക്കണ ശാന്തിക്കാരുള്ള സ്ഥലമാണ്. ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ഇവിടെ ഏതെങ്കിലും ഒരു ബ്രാഹ്മണൻ വന്ന് എൻ്റെ അവകാശമാണ് എന്നുന്നയിച്ച് അതിനെതിരായിട്ടുള്ള സമരങ്ങളും മുറവിളികളും നടത്തണമുണ്ടോ? ഇല്ല. അവൻ്റെ ധർമ്മം മാത്രമേ അനുഷ്ഠിക്കണുള്ളൂ.
എന്നിട്ടും പേര് മൊത്തം ബ്രാഹ്മണ്യത്തിനാണ്, ബ്രാഹ്മണനായി പിറവിയെടുത്തതുകൊണ്ട്. ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഒരു മനുഷ്യനല്ലേ? അമ്മയുടെ ഗർഭപാത്രത്തിൽ മറ്റുള്ളവരെ പോലെ തന്നെ പിറവിയെടുത്തവരാണ്. അല്ല, ഈ ബ്രാഹ്മണ്യത്തിന് മാത്രമേ ഉള്ളൂ ഇന്ന് എന്താണ് ദൂഷ്യപരമായിട്ടുള്ള ഒട്ടേറെ അപവിധാനത്തിൽ ഛിദ്രശക്തികളാൽ ഉളവാകണ പ്രവണത മൂലം ജാതി ചിന്തനങ്ങളെയല്ലേ വെറിപിടിപ്പിക്കുന്നത്? ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്? വെറും സ്വാർത്ഥലാഭത്തിന് വേണ്ടിയിട്ട്. അതും രാഷ്ട്രീയക്കാരുടെ സ്വാർത്ഥലാഭത്തിന് വേണ്ടിയിട്ട്. അങ്ങനെ രാഷ്ട്രീയം അതിൻ്റെ പരമമായിട്ടുള്ള തലത്തിലേക്ക് സ്വന്തം പോക്കറ്റ് നിറയ്ക്കുന്നതിലേക്ക് ഇന്നൊരു ലോബി തന്നെ സംജാതമായിട്ടുണ്ട്. ഇത് മനസ്സിലാക്കാതെയാണ് നമ്മുടെ യുവജനതലമുറ മദ്യത്തിൻ്റെയും മദിരാശിയുടെയും മയക്കുമരുന്നിൻ്റെയും ഒക്കെ പേരിൽ അവരെയാണ് ഇവർ മുറുകെ അങ്ങോട്ട് പിടിക്കുന്നത്. ആ കരാളകഷ്ടത്തിൽ ഏർപ്പെടുമ്പോൾ ചിന്തിക്കുവാൻ കഴിവുള്ളവരാണ് നമ്മുടെ യുവജനതലമുറ എന്ന് പറയുന്നത്. നല്ല കലകൾ, നല്ല വീക്ഷണങ്ങൾ, നല്ല യുക്തിബോധങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവിധ ജ്ഞാനവുമുള്ളവർ ഇതുപോലെയുള്ള മാരകമായിട്ടുള്ള ദൂഷ്യവശങ്ങളാൽ ശരീരത്തിനുണ്ടാകുന്ന മാറാവ്യാധിയേക്കായാലും വളരെ വലുതാണ് മനസ്സിനേൽക്കണ ഈ അജ്ഞാനഭാവത്തിലുള്ള അറിവുകൾ. ഇത് മനുഷ്യനെ വെറിപിടിപ്പിക്കുകയാണ്, അവൻ്റെ ഉറക്കത്തെ കെടുത്തുകയാണ്. രാമൻ്റെയും രാവണൻ്റെയും സീതയുടെയും നാരായണൻ്റെയും മഹാദേവൻ്റെയും ഒക്കെ പേരുകൾ പറഞ്ഞുകൊണ്ട് തമ്മിൽ അന്യോന്യം എന്ത് ചെയ്യുക? അടുപ്പിക്കുകയാണ്. ഇതിന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും നമ്മളിൽ ഇല്ല എന്നുള്ളതാണ്. ഉള്ളതിനെ മാത്രമേ ഇല്ല എന്ന് സ്ഥാപിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇല്ലാത്ത ഒന്നിനെ ഇല്ല എന്ന് സ്ഥാപിക്കേണ്ടതായിട്ടുള്ള കാര്യമില്ല. ഇവിടെ വിഷയം അതാണ്. അത് ഈശ്വരീയമായിട്ടുള്ള കർമ്മഫലങ്ങളിൽ എത്രയെത്ര രാവുകൾ പകലുകൾ ധന്യമാക്കി ഋഷിമാർ ഈ പ്രപഞ്ചത്തിൽ നിന്ന് കണ്ടെടുത്തിരിക്കണ ഉന്മയെ, സത്യഭാവത്തെ, അതാണ് വേദങ്ങളായി ചമച്ചിരിക്കുന്നത്. ഇവിടെ രാവണനായിരുന്നാലും കുംഭകർണനായിരുന്നാലും ദുര്യോധനനായിരുന്നാലും രാമായണം പറയണുണ്ടോ രാവണൻ ഇന്ന് ഗൃഷ്ടനാണ് എന്ന്? ഒരിക്കലും പറയണില്ല. കാരണം എന്താ? അതീവ ശിവഭക്തനായിരുന്നു. അതോ കലയിൽ അതീവ സമർത്ഥനും നല്ല ഗാന ഗന്ധർവനായിരുന്നു. ഇതെല്ലാം രാമായണം തന്നെയാണ് പറയണത്. അതോടൊപ്പം അവൻ്റെ മനസ്സിൽ വന്നിരിക്കുന്ന ദൂഷ്യഫലങ്ങളെയും രാമായണം പ്രതിനിധീകരിച്ചിരിക്കുന്നു. ആ ദൂഷ്യത്തെ മാറ്റിയെടുക്കുവാനായിട്ട് ശ്രീരാമചന്ദ്രൻ്റെ അവതാരഭാവം, അന്നേരം നല്ല മനസ്സിൻ്റെ അവസ്ഥയാണ് ഇവിടെ എന്താണ് ചരിത്രം കാണിച്ചു തരണത്. ഇത് മനസ്സിലാക്കുവാനുള്ള സാമാന്യ ബോധം നമ്മളിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വളരെ കഷ്ടമാണ് ബ്രാഹ്മണ്യത്തെ അവഹേളിക്കുക എന്ന് പറയുക. പല വിധാനത്തിലുള്ള കുലമഹിമ എന്ന് പറയുന്നത് അത് വളരെ
മൂല്യമായിട്ടുള്ള ഒന്നാണ്. നാരദ വീക്ഷണം ചെയ്തു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഭക്തിയോടുകൂടി മനസ്സിനെ അനേക കർമ്മഫലങ്ങളിൽ ലയിപ്പിച്ചത് പ്രകാരം 3-ാം ജന്മത്തിലാണ് നാരദര് ഭഗവാന്റെ അടുക്കൽ ബ്രാഹ്മണ ഭാവത്തിലെത്തിയിരിക്കുന്നത്. കുലത്തിനൊരു മഹിമയുണ്ട്. ആ കുലമഹിമ എന്ന് പറയുമ്പോൾ നമ്മൾ നായ്ക്കളെ വളർത്തണം, അല്ലെങ്കിൽ പശുക്കളെ വളർത്തണം, അല്ലെങ്കിൽ ഏത് മൃഗമായിക്കോട്ടെ, ഇതിന് നല്ല ജ്ഞാനവും നല്ല വൃത്തിയും നല്ല കർമ്മതലങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് ജനിച്ച കുലം പശു അല്ല, അല്ലെങ്കിൽ നായയാണ് എന്നുള്ളതായിട്ട് മാറി പരിണമിക്കുമോ? ഒരിക്കലുമില്ല. നായ തന്നെയായിരിക്കും, പശു തന്നെയായിരിക്കും. അതുപോലെ തന്നെയാണ് കുലമഹിമയും. ഏത് കുലത്തിലാണോ വന്ന് പിറവിയെടുക്കുന്നത് ആ കുലത്തിൻ്റേതായിട്ടുള്ള ശ്രേഷ്ഠത നമ്മളിൽ വന്നു ചേരും. അതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, അടുത്തുള്ള ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു കഴിഞ്ഞാൽ ബ്രാഹ്മണ കൽപ്പിത പൂജയും മറ്റുള്ള സമുദായത്തിൽ നിന്നുള്ള സജ്ജനങ്ങളിൽ നിന്നുള്ള പൂജയും ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ബ്രാഹ്മണൻ അവൻ്റെ ധർമ്മത്തെ അങ്ങോട്ട് അനുഷ്ഠിക്കും. പക്ഷെ മറ്റുള്ളവനോ കൃത്യമായിട്ടുള്ള വേതന രീതിയിലാണ്, അല്ലെങ്കിൽ ശമ്പള രീതിയിലാണ് ആ കർമ്മത്തെ അനുഷ്ഠിക്കുക. അതിന് നല്ലൊരു ഈശ്വരീയമായിട്ടുള്ള തേജസ് ഭാരത സങ്കല്പത്തിനുണ്ട്. ആ ഭാരത സങ്കല്പത്തിൽ ഉള്ളത് കൊണ്ടാണ് സർവ ഈശ്വരീയതയും ഭാരതത്തിന് കൽപ്പിതമായിരിക്കുന്നത്. ഇങ്ങനെ വരുമ്പോൾ ഈ പാവത്തുങ്ങളെ രാഷ്ട്രീയത്തിൻ്റെയും മതത്തിൻ്റെയും വർണ്ണ വ്യത്യാസങ്ങളുടെയും പേരിൽ തമ്മിലടിപ്പിക്കുക എന്ന് പറയുമ്പോൾ അത് മൂഢന്മാരാണ് അതിലേക്കൊക്കെ പോകുക. സജ്ജനങ്ങൾ പോകുകയില്ല. ഏത് കുലത്തിൽ പിറവിയെടുത്താലും അവനവനായിരുന്നാൽ മതിയാകും ശോഭിച്ചു ഉയരുവാൻ. അത്രയും ശ്രദ്ധേയനാകുന്നവന് മാത്രമേ, അറിവുളവാകുന്നവന് മാത്രമേ തേജസ് ഉളവാകുകയുള്ളൂ, ഭക്തി ഉളവാകുകയുള്ളൂ, അല്ലെങ്കിൽ ബ്രഹ്മഭാവത്തെ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ രാവണനെയും രാമനെയുമൊക്കെ ചരിത്രപരമായിട്ടുള്ള രീതിയിൽ അവഹേളിച്ച് ഈ കാട്ടണ കർമ്മഫലം എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ. അതെന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? തമ്മിൽ ജാതി മത വർഗ പ്രേരണകളിലൂടെ അടുപ്പിക്കുക, സ്വസ്ഥതയില്ലാതെയാകുക. ഇവിടെ ഹൈന്ദവന് നിലനിൽപ്പില്ലാതെയാകുവാൻ വേണ്ടിയിട്ട് ഇതര കക്ഷികൾ ചെയ്യണ, ഈ ലോബികൾ ചെയ്യണ കുതന്ത്രമാണ് ഇതെന്ന് മനസ്സിലാക്കുവാനുള്ള സാമാന്യബോധം നമ്മളിലില്ല. വ്യക്തമായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ ഈശ്വര ഉപാസനകളാൽ ജീവിക്കണവന് എന്നും മാർഗതടസ്സങ്ങൾ ഉളവാകും. പക്ഷെ അതിലൊന്നും അവൻ വ്യതിചലിക്കുകയില്ല. നീ എത്രയൊക്കെ കിടന്ന ജാതിയുടെയും മതത്തിൻ്റെയും വർഗത്തിൻ്റെയും പേരിൽ
അവഹേളിച്ച് കഴിഞ്ഞാലും ധർമ്മം എന്നുള്ളത് അതതിൻ്റെ ഉത്തമമായിട്ടുള്ള പദവിയിൽ തന്നെ വിളങ്ങി നിൽക്കും. ബ്രാഹ്മണൻ അയിത്തക്കാരനാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പോലും. ആര് പറഞ്ഞിട്ടുണ്ട്? കുറേ ഗ്രന്ഥങ്ങളുടെ സമുച്ചയത്തിലല്ലേ ഇത് പറയണത്. ആ ഗ്രന്ഥസമുച്ചയങ്ങൾ ആരെഴുതിയതാണ് എന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. അത് ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഇത് കുറേ അധികം ലോബികൾ ഉയർന്നു നിൽക്കുന്നത് എന്താണ്? ബ്രാഹ്മണ്യം. കാരണം നല്ല ഫലത്തിൽ മാത്രമേ കല്ലേറുളവാകുകയുള്ളൂ. അല്ലാതെ പരിപൂർണതയില്ലാത്ത ഫലത്തിൽ അല്ലെങ്കിൽ നല്ലതല്ലാത്ത ഫലത്തിൽ ഒരിക്കലും കല്ലേറ് വന്ന് ഭവിക്കില്ല. നേരെയുള്ള വൃക്ഷത്തിന് മാത്രമേ മഴു ആദ്യം വന്ന് വീഴുകയുള്ളൂ. വളഞ്ഞു പുളഞ്ഞു പോകുന്നതിന് പെട്ടെന്ന് മഴ വന്ന് വീഴുകയില്ല. ഇവിടെ അന്നേരം ഉയർന്നു നിൽക്കുന്നത് ആരാണ്? ബ്രാഹ്മണ്യ ഭാവമാണ്. ഭഗവാനെ മനസ്സിലാക്കിയവരാണ്. ആയതുകൊണ്ട് അങ്ങോട്ട് കൊട്ടിയാലും കുഴപ്പമില്ല, ഇങ്ങോട്ട് വരികയില്ല. അതാ ഒരു പ്രത്യേകത. പേടിക്കേണ്ട കാര്യമില്ല, കാരണം അതുകൊണ്ടാണ് പോകാത്തത്. വീഴുകയില്ല. ആരൊക്കെ ഇനി എത്രയൊക്കെ കിടന്ന് കുരച്ചാലും വീഴുകയില്ല എന്നുള്ളതാണ്. ബ്രാഹ്മണനാകുക അത് കുലമഹിമയാണ്. കുലമഹിമയില്ലാത്തവൻ എന്ത് തന്നെ വഷളത്തരങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും അതിനൊരർത്ഥമില്ല. ആദ്യം നല്ലൊരു മനസ്സുണ്ടാകണം. ആ മനസ്സ് നല്ലൊരു ശരീരമായി തീരണം. ആ നല്ലൊരു ശരീരം നല്ല ഇമ്പമുള്ള ആരോഗ്യമുള്ള ശരീരത്തിന് മാത്രമേ ഇമ്പമുള്ള കുടുംബത്തെ ഉളവാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിലൂടെ മാത്രമേ സമൂഹത്തിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കുകയുള്ളൂ. അത് പിന്നെ ദേശം രാഷ്ട്രം തുടങ്ങി ഇങ്ങനെ ഇങ്ങോട്ട് മാറിപ്പോകും. ഇതില്ലാതെ കുറച്ച് ആളുകൾ സ്വന്തം സ്വാർത്ഥതയ്ക്കായിട്ട് നല്ല നല്ല കുഞ്ഞുങ്ങളെ മദ്യവും മദിരാശിയും മയക്കുമരുന്നും എന്ന് വേണ്ട പല വിധാനത്തിലുള്ള ദ്രവ്യങ്ങളാൽ പ്രകോപിതനാക്കി അവരുടെ മനസ്സിൽ നന്മയാർന്ന വിത്തുകളെയെല്ലാം എടുത്തു മാറ്റി അജ്ഞാനമാകുന്നതിനെ ഇടിച്ചങ്ങോട്ട് കയറ്റുകയാണ്. അതിനെ കുത്തി നിറയ്ക്കുകയാണ്. ആ കുത്തി നിറച്ച് അതിൻ്റെ മുന്നിലൂടെയുള്ള പ്രകസനങ്ങൾ വളരെ ലജ്ജ തോന്നണു. കാരണം വിദ്യ എന്നുള്ളത് സകല വിധാനത്തിലും എല്ലാ ജീവവർഗങ്ങളിലും ഭഗവാൻ ഒന്നുപോലെയാണ് തന്നിരിക്കുന്നത്. എല്ലാവരിലും വിളങ്ങി നിൽക്കുന്നതും ഭഗവാന്റെ തേജസ്സാണ്. വാസുനാഥസ്യ ദേവസ്യാവാസിതം ഭുവനത്രയം സർവഭൂതനിവാസോ ആസി വാസുദേവോ നമസ്തുതേ എന്ന പ്രമാണം. സർവഭൂതങ്ങളിലും ജീവനാകുന്നതുളവായിരിക്കണ സർവചരാചരങ്ങളിലും കുടികൊണ്ടിരിക്കുന്നത് ഭഗവാനാണ്. ഈ തത്വം മനസ്സിലാക്കാതെയാണ് കുറേ നികൃഷ്ട ജീവികൾ ഇതിനായിട്ട് പ്രലോഭിതരാകണത്. പരിശ്രമം ചെയ്യുക ആയതുവഴി ജീവിത ലക്ഷ്യങ്ങളെ ഉയർത്തുവാൻ സാധിക്കണ കുഞ്ഞുങ്ങളാണെന്ന് ഭൂമിയിൽ പിറവിയെടുക്കുന്നത് നല്ല വിദ്യയും വിജ്ഞാനവും കലയും ഒക്കെ ഉള്ളവായിരിക്കണ കുഞ്ഞുങ്ങൾ. അവരുടെ മനസ്സിലേക്ക് ഈ തിരികെ കയറ്റണ വിഷങ്ങൾ ആയതുമൂലം ഒരു സംസ്കാരത്തിൻ്റെ തന്നെ പരിപൂർണതയെ നശിപ്പിക്കുക എന്നുള്ളതാണ്. ആ സംസ്കാരം നശിച്ചു കഴിഞ്ഞാൽ സംശയമില്ല. ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. നമുക്ക് സ്വന്തമായിട്ടൊരു ഗ്രഹമില്ല എന്നുണ്ടെങ്കിൽ
നമ്മൾ മറ്റൊരുവൻ്റെ ഗ്രഹത്തിൽ വാടക കൊടുത്ത് താമസിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവിടെ നിന്നുളവാകുന്ന അനുഭവങ്ങൾ സ്വയം ഒന്ന് വിലയിരുത്തി നോക്കൂ. ഇത് മനസ്സിലാക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ഏതൊരു കർമ്മത്തിനും അതിൻ്റേതായിട്ട് പ്രപഞ്ചം കുറച്ച് തോതുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൽ ഒരു സ്ഥാനഭാവത്തിലുള്ളതാണ് ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെയുള്ള തലങ്ങളിലേക്ക് വരണത്. പശുക്കളുണ്ട്, പക്ഷികളുണ്ട്, മൃഗങ്ങൾ അനവധി നിരവധിയുണ്ട്. അതിൻ്റെ കുലം എടുത്തു നോക്കിക്കോളൂ. പശുക്കളുടെ കുലം തന്നെ എടുത്തു നോക്കൂ. അതിൽ നിന്നും ഉളവാകണത് അതിൻ്റെ കുലത്തെ മുന്നോട്ട് കൊണ്ടുപോകും എന്ന് വിചാരിച്ച് ആ കുലത്തിലുളവായതാ നല്ല അമ്മയേക്കായാലും അല്ലെ അമ്മ പശുവിനേക്കായാലും കൂടുതൽ വിദ്യയും നിറവും ചൈതന്യവും ഒക്കെ ഉണ്ടായിരുന്നാലും പശു അല്ലാതാകുമോ? കുലം തന്നെയാണ്. അതിനി ഏത് രീതിയിൽ പ്രതിപാദിച്ചാലും ഒരു കാരണവശാലും കുലമഹിമ മാറുകയില്ല. അതിന് കുലമഹിമ ഒരു കാരണവശാലും മാറുകയില്ല. ജനിച്ച കുലത്തിൻ്റെ മഹിമ. അതിന് കുലമഹിമയില്ലാത്തവരിങ്ങനെ കിടന്ന് എന്ത് ചെയ്യും? കുരയ്ക്കും. അത് കേട്ടുകൊണ്ട് കുറച്ചാളുകൾ സോഷ്യൽ മീഡിയകളിൽ കൂടിയും മാധ്യമ രീതിയിലും ഒക്കെ പ്രചരണങ്ങൾ അങ്ങോട്ട് ഇളക്കി വിടുകയാണ്. കാരണം എന്താ? ഹൈന്ദവൻ അങ്ങോട്ട് മുന്നോട്ട് പോകുവാൻ ആർക്കും അങ്ങോട്ട് ഇഷ്ടമല്ല. ഹൈന്ദവൻ്റെ സംസ്കാരം ധന്യമായിട്ട് അതങ്ങോട്ട് സഞ്ചരിക്കണത് ഒരു രീതിയിലും ഉൾക്കൊള്ളുവാൻ സാധിക്കണില്ല. കാരണം അതിൻ്റെ പിന്നിൽ ഒട്ടേറെ അധമന്മാരായിട്ടുള്ളവർ, ഛിദ്ര ശക്തികളായിട്ടുള്ളവർ, ഒരു ലോബി തന്നെ വലയം പ്രാപിച്ചിരിക്കണം. ഈ വീട്ടിലൊന്നും വീഴാതെ നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുക. നല്ല ഈശ്വര കഥകൾ പറഞ്ഞു കൊടുക്കുക. രാമൻ്റെയും രാവണൻ്റെയും കഥകൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക. രാവണനെ ആരും എന്തായിട്ട് തരം തിരിച്ചിട്ടില്ല. ദുഷ്ട കഥാപാത്രമായിട്ട് തരം തിരിച്ചിട്ടില്ല. പക്ഷെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം അവൻ നേരിടേണ്ടി വരുമെന്നുള്ള ധർമ്മശാസ്ത്രമാണ് അതിൽ നിന്ന് നമുക്ക്, ധർമ്മത്തിൽ നിന്നുള്ള അറിവാണ് അതിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്നത്. ഇതങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്തുക. അല്ലാതെ രാവണൻ ഇന്ന ജാതിയിൽ ജനിച്ചു ആയതുകൊണ്ട് അവനെ നേരിടുവാൻ ശ്രീരാമചന്ദ്രൻ ചെന്നു, ഇവൻ ഉത്തമനാണോ അല്ലെങ്കിൽ അവൻ ധർമ്മത്തെ ധന്യമാക്കിയവനാണോ എന്ന് ചിന്തിക്കുക എന്ന് പറയുന്നത് നിൻ്റെ ചുവട്ടിലെ മണ്ണിനെ നീക്കം ചെയ്യുന്നതിന് തുല്യമായിരിക്കും എന്ന് പറയുന്നതിനകത്ത് യാതൊരു സംശയമില്ല. അവനവൻ നിൽക്കുന്ന മണ്ണ് അത് അങ്ങോട്ട് മാറ്റി തെള്ളിയിടുവാനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. അല്ലെ കാലെ പിടിച്ച് വലിച്ചിടുവാനുള്ള സാഹചര്യം ഒരുക്കുകയാണ്. തർക്കമില്ലാത്ത കാര്യമാണ്. അതിന് ഹൈന്ദവന് ഇതൊന്നും പ്രശ്നമില്ല. സനാതനധർമ്മത്തിൽ അനേക വേദങ്ങളുണ്ട്. 18 പുരാണങ്ങളും 18 ഉപപുരാണങ്ങളും അതേപോലെ 108 ഉപനിഷത്ത് സംഹിതകളും 2 ഇതിഹാസങ്ങളും 1118 പ്രകാരം പ്രചരിക്കണ വേദാന്ത മാർഗങ്ങളും. ഇവയിൽ പറഞ്ഞിരിക്കുന്നതൊന്നും ശാസ്ത്രീയതയല്ല, ശാസ്ത്രീയതയാണ്. ഇത് മനസ്സിലാക്കിയത് കൊണ്ടാണ്
മറ്റുള്ള രാജ്യങ്ങൾ നമ്മളുടെ അടിത്തറയെ ഇല്ലാതെയാക്കുവാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള നീചന്മാരായിട്ടുള്ള ആസുരിക പടകളെ സാക്ഷാൽ ഭഗവാന്റെ തേജസ്സുകൾ കൊണ്ട് ധന്യമായിരിക്കണേ ഈ കേരളത്തിലേക്ക് രാഷ്ട്രീയ ചിന്തനങ്ങളിലൂടെ അല്ലെങ്കിൽ മത വൈകാരികതയെ ഉയർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ജാതിയുടെ പേരിൽ തമ്മിലടുപ്പിച്ച് വളരെയധികം നിഷ്ഠൂരമായിട്ടുള്ള കർമ്മഗതിയിലൂടെ ഇല്ലാതെയാക്കുക അതൊരിക്കലും സാധ്യമല്ല. ഇതിനായിട്ട് ഇറങ്ങുന്നവർ മനസ്സിലാക്കിക്കോളൂ, ഒരു രീതിയിലും അത് സാധ്യമാകുകയില്ല. ആർത്തിരമ്പി വരുന്ന കടലിനെ പോലും മനസ്സിൻ്റെ ദൃഢതയാൽ വകഭേദം ചെയ്ത് ആ കടലമ്മയുടെ അടിത്തട്ടിൽ സുഖമായിട്ട് തൻ്റെ ജീവനത്തെ ധന്യമാക്കണവർ ആണ് ആർഷഭാരത സംസ്കൃതിയിൽ ഉളവായിരിക്കുന്നത്. ഇത് മനസ്സിലാക്കിയാൽ ഈ സമൂഹ മാധ്യമങ്ങളിൽ കൂടി ഒഴുകണ തമ്മിൽ ജാതി ചിന്തനങ്ങളുടെയും മതചിന്തനങ്ങളുടെയും ആ ഒരു അജ്ഞാനഭാവങ്ങളിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ സംസ്കാരങ്ങളെ അവരിലേക്ക് എത്തിക്കുവാൻ നമുക്ക് സാധിക്കും. വികാരത്തെ ശമിപ്പിച്ച് വിവേകത്തെ വളർത്തി വിദ്യാഭ്യാസത്തെക്കായാലും ശ്രദ്ധേയമായതാണ് സംസ്കാരമെന്ന് മനസ്സിലാക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇത് സംസ്കാരശൂന്യന്മാരായി എന്നുള്ളത് മുഴുവൻ സംസ്കാരമില്ലാത്തവന്മാർ ആയതുകൊണ്ട് തന്നെ ജനനമെടുത്തിരിക്കണ കുലത്തിൻ്റെ മഹിമ അവൻ കാണിക്കും. സ്വാഭാവിക നായയുടെ സ്വഭാവം കാണിക്കണത് പോലെ തന്നെ അതിന് വിഷമിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇതിനെ പൊക്കിക്കൊണ്ട് നടക്കാൻ പോകണ കുറേ വെട്ടിക്കൂശ്മാണ്ഡങ്ങൾ അവരെയാണ് വളരെയധികം മ്ലേച്ഛമായിട്ടുള്ള ഭാവത്തിൽ പറയുകയാണെങ്കിൽ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടുള്ള നികൃഷ്ട ജന്മങ്ങൾ. കുറച്ച് ദിനങ്ങളെ ഈ ഭൂമിയിൽ നമുക്ക് വസിക്കുവാൻ സമയം കിട്ടണുള്ളൂ. എപ്പം മരണം വരുമെന്ന് അറിവ് ഇല്ലാഞ്ഞിട്ട് കൂടി സ്വാർത്ഥനായിക്കൊണ്ടിരിക്കുക, വെട്ടിപ്പിടിക്കുക. ഒരുവൻ്റെ കഴുത്ത് അറ്റുപോയാലും കുഴപ്പമില്ല, എൻ്റെ പോക്കറ്റ് നിറയണം. യുവജന തലമുറയാണ് ഇങ്ങനെയുള്ള മാരണമായിട്ടുള്ള മദ്യവും മയക്കുമരുന്നൊന്നും വിഷമാണെന്ന് ഞാൻ പറയുകയില്ല. ഏറ്റവും വലിയ വിഷയം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വലിയ വിഷം എന്ന് പറയണത് എന്താ? ഈ ജാതി ചിന്തനങ്ങളാൽ യുവജന തലമുറയിലേക്ക് കൊടുക്കണ അജ്ഞാന വിഷം, അതാണ് ഏറ്റവും വലിയ വിഷയം. അത് തന്നെയാണ് വിഷവും. ആ വിഷം നമ്മുടെ കുഞ്ഞുങ്ങളിൽ പോകരുത്. അവന് നല്ല അറിവുകൾ, നല്ല കഥകൾ, നല്ല ധർമ്മങ്ങൾ ഉപദേശിക്കുക. അതിന് നമ്മുടെ പുരാണങ്ങൾ മാത്രമേ സായത്തകമാകുകയുള്ളൂ. നമ്മുടെ ആചാരങ്ങൾ മാത്രമേ സായത്തകമാകുകയുള്ളൂ. നമ്മുടെ ക്ഷേത്രങ്ങൾ മാത്രമേ അതിനുപാധിയാകുകയുള്ളൂ. ഇത് മനസ്സിലാക്കിയാൽ നന്നാണ്.
ഈ പറഞ്ഞിരിക്കുന്നത് ആർക്കെങ്കിലും ഇഷ്ടമായില്ല എന്നുണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. സംസ്കാരം ശ്രേഷ്ഠമാണ്. നമ്മളുടെ ചിന്തനങ്ങൾക്കതീതമാണ് സംസ്കാരം. ആർഷഭാരത സംസ്കാരത്തിലേക്ക് ആഴ്ന്നിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സുഖാനുഭൂതി മറ്റൊന്നിൽ നിന്ന് നമുക്ക് ലഭ്യമാകുകയില്ല. ഇതൊന്ന് മനസ്സിലാക്കുക. വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അങ്ങനെയുള്ള സജ്ജനങ്ങൾ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.